അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വ അല ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, നാം ഏവരും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ മഹാപ്രപഞ്ചത്തിലെ അനന്തകോടി ജീവജാലങ്ങളിൽ ഒരുവനാണ് മനുഷ്യൻ. പല മേഖലകളിലും വ്യത്യസ്തമായ കഴിവുകളുള്ള അനവധി സൃഷ്ടിജാലങ്ങളുണ്ടെങ്കിലും സവിശേഷമായ സ്ഥാനം നൽകി അള്ളാഹു ആദരിച്ചിട്ടുള്ള സൃഷ്ടിയാണ് മനുഷ്യൻ. യഥാർത്ഥത്തിൽ പവിത്രമായ, പരിഭാവനമായ, ഉന്നതമായ ഒരു സ്ഥാനം അള്ളാഹു മനുഷ്യന് നൽകുവാനുള്ള അടിസ്ഥാനപരമായ കാരണം മറ്റു ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എഴുതാനും വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കുവാനും അറിവ് സൃഷ്ടിക്കുവാനും സമാഹരിച്ചിട്ടുള്ള അറിവ് തലമുറയായി കൈമാറുവാനുമുള്ള അവൻ്റെ ശേഷിയാണ്. അതുകൊണ്ട് തന്നെ ഈ കഴിവ് ശരിയാം വിധം ഉപയോഗപ്പെടുത്താത്ത മനുഷ്യൻ ആദരണീയത എന്ന പദവി നേടുവാൻ അർഹനല്ല തന്നെ. അക്കാരണത്താലാണ് മനുഷ്യ സമൂഹത്തിൻ്റെ മോക്ഷത്തിൻ്റെ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അന്തിമ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ വേദഗ്രന്ഥത്തിലെ പ്രഥമ വചനം തന്നെ വായിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് അവതരിച്ചിട്ടുള്ളത്. ഇവിടെ വായിക്കണമെന്ന് പറയുമ്പോൾ, ഖുർആനിലൂടെ ഇഖ്റ എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത്, ലക്ഷ്യമാക്കുന്നത് കേവലം ഉപരിപ്ലവമായ ഒരു വായനയല്ല, മറിച്ച് അകം തട്ടിയുള്ള വേറിട്ട ഗൗരവപൂർണമായ ഒരു വായനയാണ്. ഈ വായനയിലേക്ക് നമ്മെ നയിക്കുന്ന നാർപ്പതം വാരികയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ സന്ദർഭത്തിൽ നാം ഓരോരുത്തരും അതിൻ്റെ വരിക്കാരാവുകയും പരമാവധി പ്രചരിപ്പിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.